നവ്യ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു ഇപ്പം? നന്നായി പോകുന്നു. കുറച്ച് ദിവസമായി കണ്ടിട്ട് അല്ലേ? ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർ മാജിക്കിലും ഒക്കെ വന്ന് നവ്യ കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലവേഴ്സിന്റെ വേറൊരു പ്രോഗ്രാമിന് ഞാൻ വന്നിരുന്നു, ഒരു തള്ളൽ എന്ന് പറഞ്ഞിട്ട്. ഫ്ലവേഴ്സ് കോമഡി തള്ളൽ. തള്ളി വന്നു ശരിക്കും. എന്നെ അതിന് വിളിച്ചത് ഞാൻ തള്ളണോണ്ടാന്ന് തോന്നുന്നു. എന്നാലും നന്നായി, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു നവ്യയുടെ പ്രസൻസ്. നവ്യയും അങ്ങനെ ഒരു പ്ലസന്റ് ആയ ആളാണല്ലോ. അതെ, എനിക്ക് ഒരു സംശയമില്ല. നവ്യനെ മാത്രമല്ല, എനിക്കൊന്ന് കോമഡി കണ്ട അറിഞ്ഞങ്ങ് ചിരിക്കും. ബാക്കി വെക്കത്തില്ല അല്ലേ? ബാക്കി വെക്കില്ല എന്ന് മാത്രല്ല, സ്റ്റാർ മാജിക്കിൽ ഓർമ്മയുണ്ട്, കോമഡി ഓരോന്നിങ്ങനെ വളരെ സ്പോണ്ടേനിയസ് ആണ്, അതൊട്ടും പ്ലാൻഡ് അല്ലാത്തൊരു ഷോ അല്ലേ. അപ്പൊ ഇവരെന്താ പറയാൻ പോകുന്നത് എന്തും പറയും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഞാനും സലീമേട്ടനും ഞങ്ങൾ രണ്ടുപേരും അപ്പുറത്തിരിക്കാം. ഞാൻ ഈ തമാശ പറയുമ്പോഴേക്കും അടുത്തിരിക്കുന്ന ആളിനെ അങ്ങോട്ട് അടിക്കും. തങ്കച്ചൻ ബാലാമണിയായിട്ട് വന്നിട്ടുണ്ട് സ്റ്റാർ മാജിക്. അതെ അതെ, അങ്ങനെ അടിച്ചിട്ട് അവസാനം അടുത്ത ദിവസം ഞാൻ ഷൂട്ടിങ്ങിന് വന്നപ്പോ രണ്ടുപേർക്ക് 2 കസേര. അപ്പം എനിക്ക് എത്തിപ്പോയിട്ട് അടിക്കാൻ പറ്റുള്ളൂ, മറ്റേത് എന്റെ തൊട്ടടുത്തായിരുന്നു. അപ്പൊ ഞാൻ അടിച്ചിട്ട് കാലിന്റെ തൊടയൊക്കെ വേനെടുത്തിട്ട് ഞാനത് അറിയുന്നില്ല, ആവേശത്തിന്റെ പുറത്ത് തല്ലുന്നതാ. അടിയോടടി ഭയങ്കര തല്ലല്. ഞാൻ ചോദിച്ചത് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ പറയാ, വീട്ടിൽ പോയപ്പോ എന്റെ വൈഫ് വഴക്ക് പറഞ്ഞു. അങ്ങനെ നവ്യ നായരൊക്കെ എന്നെ ഇങ്ങനെ തല്ലുകയെന്ന് പറഞ്ഞാൽ എന്റെ വൈഫ് വഴക്ക് പറഞ്ഞു. അവൾക്ക് പൊസസീവ്നെസ് അടിച്ചു. അതല്ല, അവരെന്തോ ടെക്നിക്കൽ കാര്യത്തിന് വേണ്ടിയിട്ട് 2 ചെയർ സെപ്പറേറ്റ് ചെയർ ആക്കിയതാണ് ഞങ്ങൾക്ക്. ഈ പാണ്ടിപ്പട ലൊക്കേഷനിൽ ഇതുപോലെ ദിലീപിനെ തുടലിട്ടിരിച്ചോ? ഇല്ലല്ലോ, തമാശ കൂടിയിട്ട് അന്നല്ലേ? അങ്ങനെ അടിക്കുകയും എന്നെ തിരിച്ചു ഓടിച്ചിട്ട് തല്ലാൻ വന്നിട്ടുണ്ട് ദിലീപേട്ടൻ നല്ല കുറെ പേര്. എനിക്കൊന്ന് അന്നല്ലേ ദിലീപിന് ഒരിക്കലും ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം പറഞ്ഞു കൊടുത്തത്? പ്രായം ചോദിച്ചപ്പോ 45 വയസ്സായിരുന്നു, 28 വയസ്സുള്ള ദിലീപിന് അല്ലേ? അങ്ങനല്ല, 28 വയസ്സല്ല. അത് ഏത് ലൊക്കേഷനിലായിരുന്നു? അത് കുഞ്ഞിക്കുഞ്ഞന്റെ ലൊക്കേഷനിലായിരുന്നു. അന്ന് എത്ര വയസ്സുണ്ടാവും ദിലീപേട്ടൻ? ഒരു 35? അല്ലല്ല, 35 ഉണ്ടോ? 36, 37 അങ്ങനത്തെ ഒരു. നമ്മളിത്തിരി കുറച്ച് പറഞ്ഞേക്കാന്ന് വിചാരിച്ചാ. ഞാൻ താരതമ്യേന ന്യൂ കമർ ആണല്ലോ ശരിക്കും. ദിലീപേട്ടനോടൊപ്പം 2 സിനിമ ഇഷ്ടവും മഴത്തുള്ളി കിലുക്കവും ചെയ്തുള്ള പരിചയമുണ്ട്. അപ്പൊ അങ്ങനെ ലൊക്കേഷനിൽ ഞാൻ ഹനീഫുക്ക, മച്ചാൻ വർഗീസേട്ടൻ എല്ലാരും കൂടി ഇങ്ങനെ ഇരിക്കുക. അപ്പൊ മച്ചാൻ വർഗീസേട്ടൻ എന്നെ റമ്മി കളിക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. എല്ലാം പഠിച്ചു. പെട്ടെന്ന് ദിലീപേട്ടൻ വന്നിട്ട്, ബ്രേക്ക് ടൈമാ, ദിലീപേട്ടൻ വന്നിട്ട് പറഞ്ഞു, ധനു ഒരു കാര്യം പറയട്ടെ, എന്റെ പേര് ധന്യ എന്നാണ് പേര്. അങ്ങനെ ഒരു പേരുണ്ടോ? അതാണ് ഒറിജിനൽ പേര്? അതാണ്, ധന്യ വീണ എന്നാണ്. ധന്യ വീണ, അത് മാറ്റിയതല്ലേ ഇത്? അങ്ങനെ ധനു എന്നാണ് ദിലീപേട്ടൻ അപ്പൊ ഷോർട്ടായിട്ട് വിളിക്കുക. അപ്പോ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പിന്നെ ഇവിടെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ എന്റെ ഏജിനെ പറ്റി. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് പറയും ഏജ്. ഞാൻ നമുക്ക് ഈ രംഗത്തൊരു പരിചയമുണ്ടോ? സാറിന് ആൾക്കാരുടെ പ്രായം അതെ. അപ്പൊ ദിലീപേട്ടന്റെ ആ കോൺഫിഡൻസ് ഒക്കെ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല ദിലീപേട്ടൻ, ഞാൻ എന്താ വയസ്സ് പറയാൻ എനിക്കറിയില്ല. അല്ല, നീ പറഞ്ഞ കറക്റ്റ് ആവും, എന്റെ മനസ്സ് പറയുന്നു നിനക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല ദിലീപേട്ടൻ, ഞാനെങ്ങാനും പറഞ്ഞിട്ട് നീ വയസ്സ് കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ദിലീപേട്ടൻ അത് വിഷമാവില്ലേ? അപ്പോഴത്തേക്ക് ഹനീഫ്ക്ക് പ്രോത്സാഹനം. ഇവിടെ ദിലീപിനു അവൻ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുന്ന ആളാണ് അല്ലേടാ, എത്ര സ്റ്റേജ് ചെയ്തിരിക്കണു എന്നൊക്കെ പറഞ്ഞ പേര് അതങ്ങോട്ട് പൊലിപ്പിച്ചു. അവസാനം സമ്മതിക്കുന്നില്ല, ഞാൻ പറഞ്ഞേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഏകദേശം ഒരു 47-48. അപ്പോഴേക്കും ദിലീപേട്ടന്റെ അലർച്ചയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ലേ, അത്ര ഇല്ലേ? അപ്പൊ ശരിക്കും 37 വയസ്സോ 38 വയസ്സോ ഉണ്ടാവുള്ളൂ. അങ്ങനെ എന്നെ ആ നമ്മുടെ ഷൂട്ടിന് വേണ്ടി എല്ലാരും ഇരിക്കുന്ന ഒരു വീടുണ്ട്, ആ വീടിന് ചുറ്റും ഓടിച്ച് അവസാനം ആ വീടിന്റെ ഫ്രണ്ടിലെ ചെളിവെള്ളത്തിൽ ഞാൻ തെന്നി താഴെ വീട് ഇടിയൊക്കെ കൊണ്ട്